بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أما بعد فقد قال الله سبحانه وتعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله سبحانه وتعالى أيضا: واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. صدق الله مولانا العلي. وقال النبي صلى الله عليه وسلم في حديث قدسي: يا ابن آدم تفرغ لعبادتي أملأ صدرك غنى وأسد فقرك وإلا تفعل أملأ يديك شغلا ولن أسد فقرك. وقال أيضا صلى الله عليه وسلم في حديث قدسي: يقول الله سبحانه وتعالى: يا ابن آدم اذكرني بعد العصر ساعة وبعد الفجر ساعة أكفيك لما بينهما، أو كما قال رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു: എല്ലാ ഓരോ മുഅ്മിനിന്റെയും ഹൃദയത്തിൽ രണ്ട് വിധമായ തോന്നലുകൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഹദീസിൽ വന്നിട്ടുള്ള വാചകം ലമ്മത്തുർ റഹ്മാനിയ, ലമ്മത്തുർ ശൈത്താനിയ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന തോന്നൽ അതിന് റഹ്മാനിയായ തോന്നൽ എന്ന് പറയും. മറ്റൊന്ന് ശൈത്താന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തോന്നൽ, അതിന് ലമ്മത്ത് ശൈത്താനിയ എന്ന് പറയും. അതുകൊണ്ട് നമുക്ക് ഇന്ന് നിലയിലുള്ള കുറവുകൾ, ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് മറുഭാഗത്തുനിന്ന് ഒരു തോന്നലുണ്ടായി. ആ നന്മയിൽ നിന്നും അവനെ ഒന്നല്ലെങ്കിൽ മടിയനാക്കാൻ, അല്പം കഴിവ് ചെയ്യാം എന്ന് ഉള്ള തോന്നൽ ഹൃദയത്തിന്റെ മറുഭാഗത്തുനിന്നുണ്ടാവും. എപ്പോഴും നല്ല കാര്യം ചെയ്യണമെന്ന് തോന്നലുണ്ടായാലും ആ നല്ല കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിക്കുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന, മടിയനാക്കുന്ന തോന്നൽ ഹൃദയത്തിന്റെ മറുഭാഗത്തു നിന്നും ശൈത്താൻ വഴിയായി ഉണ്ടാവും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു: ആ ഓടി നടക്കുന്ന ആ കുട്ടികളെയും അവിടെവിടങ്ങളിലെല്ലാം ചുമ്മാ തൂണ് പോലെ നിൽക്കുന്ന നമ്മുടെ സഹോദരന്മാരെയും ഈ മജ്‌ലിസിൽ വന്നിരിക്കാൻ പറയും. നമ്മളുടെ ബഷീർ മൗലവി അവരുടെ കൂടെ ഒരു ജമാഅത്തിനെ എടുത്തിട്ടുണ്ട്. ആളുകളെല്ലാം പന്തലിൽ കൊണ്ടുവന്ന് ഇരുത്താൻ. ഏതെങ്കിലും സിനിമാ കൊട്ടകയിൽ സിനിമ കാണാൻ വന്നവരെ ഇങ്ങനെ ടിക്കറ്റ് എടുത്തേക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളുകളെ പിടിച്ചിരുത്താൻ ആരെങ്കിലും നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും
ഒരു സർക്കസുകൾ കാണാൻ പോയവരെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാലും അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാലും നിങ്ങളെല്ലാം അകത്ത് പോയി ഇരിക്കും. ആ സർക്കസ് കളിക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അടുത്ത് പോയി ഇരുന്ന് കാണും എന്നും പറഞ്ഞ ആളുകളെ അകത്ത് കയറ്റിയിരുത്തി ഇങ്ങനെയുള്ള പാപകരമായ കാര്യങ്ങൾ കാണാൻ പുറകെ നടന്ന് പ്രേരിപ്പിക്കേണ്ട ആവശ്യം നമ്മളെവിടത്തും കണ്ടിട്ടില്ല. നിങ്ങളും ആരും കണ്ടു കാണില്ല. എന്നാൽ നമ്മൾ 10ഉം 100ഉം 200ഉം 300ഉം 500ഉം അതിൽ കൂടുതലും മൈൽ അകലെ നിന്ന് കാശ് ചെലവാക്കി കഷ്ടപ്പെട്ട് നമ്മുടെ ദുനിയാവിന്റെ ജോലികളെല്ലാം മാറ്റിവെച്ച് ഈ ദീനിന്റെ മജ്‌ലിസിൽ പങ്കുകൊള്ളാൻ വേണ്ടി വന്നു. അല്ലാഹുവിന്റെ റഹ്മത്തെന്ന് വേണം പറയാൻ. ചെറിയ മഴയുമുണ്ട്. അങ്ങനെയെങ്കിലും പോകണ്ട, ഈ പന്തലിൽ ഇരിക്കാം. റഹ്മത്തിന്റെ മജ്‌ലിസല്ലേ, മലക്കുകളുടെ മജ്‌ലിസല്ലേ. ഇവിടെ ഇരുന്നാൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത് ഇറങ്ങുമല്ലോ. ഇവിടെ ഇരിക്കുന്നതിന് കൂടി പ്രത്യേകം കിട്ടുമല്ലോ. പിന്നെ കേൾക്കുന്ന ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുന്നതിന് കൂടി പ്രത്യേകമുണ്ടല്ലോ. എല്ലാം കൂലി തന്നെ, എല്ലാം ലാഭം തന്നെ. എന്നാൽ നമുക്ക് ഇവിടെ ഇരുന്ന് കളയാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നില്ലല്ലോ. നമ്മൾ എണീറ്റ് വന്നവരിൽ പകുതിയോളം ആളുകൾ റോഡുകളിലാണ്. റോഡ് കാണാനായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ധാരാളം റോഡുണ്ടായിരുന്നു. ഇതുപോലത്തെ കെട്ടിടങ്ങളെല്ലാം അവിടെയുണ്ട്. ഇവിടെ എന്താ വിശേഷം കാണാനിരിക്കുന്നത്? പക്ഷെ അല്ലാഹു എന്റെയും നിങ്ങളുടെയും ബുദ്ധിയെ നേരായ വഴിയിലേക്ക് തിരിച്ചുവിടുമാറാകട്ടെ. യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ സമയങ്ങള് വളരെ തന്ത്രപൂർവ്വം ശൈത്താനും നമ്മുടെ നഫ്സും കൂടെ ചേർന്ന് പാഴാക്കിപ്പിച്ചു കളയും. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും നമ്മുടെ നഫ്സിന്റെ ദുഷിച്ച പ്രേരണകളിൽ നിന്നും ശൈത്താന്റെ ദുഷിച്ച പ്രേരണകളിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാണ്. ഈ അവസാനത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ ഈ അകലെയുള്ള ആളുകൾക്ക് ഈ മൈക്കിൽ കൂടി ഈ പ്രസംഗം വ്യക്തമായി കേൾക്കാതെ പോയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ പറയും, അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാകാം. സഹോദരന്മാരെ, ദയവ് ചിന്തിക്കും. അല്ലാഹു തആല ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യതഹസ്സറു അഹ്ലുൽ ജന്നത്തി ഇല്ലാ അലാ സഅത്തിൻ ബഗത് ഫീഹിം ലം യദ്കുറുല്ലാഹ തആല ഫീഹാ. സ്വർഗവാസികൾക്ക് ഒരു സങ്കടവുമില്ല, സന്തോഷമേ സന്തോഷം. കുറച്ചു കാലത്തേക്ക് മാത്രമല്ല, എക്കാലത്തും സന്തോഷം. ഒരിക്കലും അവസാനിക്കാത്ത സന്തോഷം, സമ്പൂർണമായ സന്തോഷം, എപ്പോഴും സന്തോഷം, എന്നും സന്തോഷം. അല്ലാഹു നമ്മളെ എല്ലാവരെയും ആ സ്വർഗത്തിൽ എത്തിക്കുമാറാണ്. അതാണ് അസൽ വിജയം. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആര് നരകത്തിൽ നിന്നും ദൂരമാക്കപ്പെട്ട് സ്വർഗത്തിൽ ആര് പ്രവേശിപ്പിക്കപ്പെട്ടോ അവരാണ് വിജയികൾ. അല്ലാഹു തആല പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ദുനിയാവിന്റെ ജീവിതം മനുഷ്യരെ വഞ്ചിച്ചു കളയുന്ന ഒരു ജീവിതം മാത്രമാണ്. ഇവിടെ രണ്ട് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കും, ഇരുന്നവരെങ്കിലും ശ്രദ്ധിക്കും, പോയവരെല്ലാം വരാനുള്ള ഇടയാക്കട്ടെ. വമൽ ഹയാത്തുദ് ദുനിയ ഒന്ന്, അവിടെ ഹയാത്ത് എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ഇല്ല മതാഉൽ ഖുറൂർ. മതാഅാണ്, മതാഉൽ ഖുറൂറാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഈ ദുനിയവിയായ ജീവിതത്തിന്റെ താൽക്കാലികമായ കൃത്രിമമായ അലങ്കാരങ്ങളിലും സന്തോഷങ്ങളിലും പെട്ട് മനുഷ്യൻ വഞ്ചിതനായി പോകുന്നു, അബദ്ധത്തിൽ പെട്ടുപോകുന്നു. ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിയാരുണ്ടായിരുന്നു. അദ്ദേഹം വാല് പറയുമ്പോൾ പറയും അയ്യടാ എന്നുള്ള എടാ കടിച്ചവനായി പോകും. അയാളുടെ ഭാഷ. എന്തെങ്കിലും ഖേദം വന്നാൽ, എന്തെങ്കിലും നഷ്ടം വന്നാൽ കൈ കുടഞ്ഞുകൊണ്ട് പറയും അയ്യടാ നഷ്ടം വന്നു പോയത്, നീ ആ ഡാ കടിച്ചവനായി പോകുന്നു പറയരുത് എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, ദുനിയാവിന്റെ താൽക്കാലികമായ ആഡംബരം, ഭാര്യയെ കൊണ്ടുള്ള സന്തോഷം അറിഞ്ഞുകൂടാ എത്ര നാളത്തേക്ക് കാണുമെന്ന്. ചിലപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം മൂത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിയില്ലാതെയായി സന്തോഷത്തിൽ കഴിഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നുപോകും.
പിന്നെ ആ ഭാര്യയെ കൊണ്ട് ഭർത്താവ് ദുഃഖത്തിൽ, ഭർത്താവിനെ കൊണ്ട് ഭാര്യ ദുഃഖത്തിൽ, അങ്ങനെയും ഇല്ലേ ധാരാളം കാര്യങ്ങൾ. ഇനി അഥവാ അങ്ങോട്ട് ഒരിക്കലും വെറുപ്പോ പിണക്കമോ ഒന്നും ഉണ്ടായില്ല, എത്ര കാലത്തേക്ക് ജീവിക്കും? കൂടിയാൽ 80, 40, 10, 30, 35 വർഷം ജീവിക്കും. ഒരു 20 കൊല്ലം 20ാമത്തെ വയസ്സിൽ വെച്ച് കല്യാണം കഴിച്ചാൽ അവന്റെ ആ വിവാഹം കഴിച്ചത് മുതലുള്ള ആനന്ദവും സന്തോഷവും എത്ര കൊല്ലത്തേക്ക് കാണും? കൂടിപ്പോയാൽ 40, 45, 50 വയസ്സോട് കാലം കഷ്ടിച്ച് പിന്നെ എന്നാ സുഖമാണ്, തീർന്നു ഫല സൗരന്മാര്. പിന്നെ ആ പഴയ കാലത്തെ മധുര സ്മരണകൾ അയവിറക്കിക്കൊണ്ട് കഴിഞ്ഞുകൂടാമെന്നല്ലാതെ വലിയ പ്രയോജനമൊന്നുമില്ല. ഒരാളെ സങ്കടപ്പെട്ട ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ കാര്യമായി സന്തോഷമായിട്ട് ജീവിച്ചു വന്നിരുന്ന എന്റെ ഭാര്യ എനിക്കിപ്പോ ശാരീരികമായി നല്ല സുഖമൊന്നുമില്ല, രോഗിയായിപ്പോയി. അതോടൊപ്പം എന്റെ പ്രായവും അല്പം കടന്നുപോയി. ഇപ്പോ ഇഷാനസ്കരിക്കേറ്റ് പോയ ഭാര്യ പറയും, ചോറ് തന്നിട്ട് പോയി പള്ളിയിൽ പോയി കിടക്കും. സാധനന്മാരെ, ഞാനും നിങ്ങൾ ചിന്തിക്കണം. ചിന്തിക്കാനുള്ള കാര്യമാണ്, ക്ഷണിക്കാനുള്ള കാര്യമല്ല സഹോദരൻ. അപ്പൊ ഇപ്പൊ ഈ ഭാര്യ എന്താ പോയി പള്ളിയിൽ പോയി കിടക്കാൻ പറയുന്നത്? ഇയാളെ കൊണ്ട് ശല്യം. രാത്രി ഇയാൾക്ക് ചിലപ്പോൾ വെളിക്കിറങ്ങേണ്ട ആവശ്യം വരും, വെള്ളം കൊണ്ടേ കൊടുക്കണം. അല്ലെങ്കിൽ രാത്രി എണീറ്റേക്ക് എന്തെങ്കിലും പറയും, വെള്ളം കൊണ്ടുപോവാ, ചൂടുവെള്ളം കൊണ്ടുപോവാ, കട്ടൻ കാറ്റ് കൊണ്ടുപോവാ, കട്ടൻ ചായ കൊണ്ടുപോവാ, ആ കോളാണ്ട് ഇങ്ങോട്ടാണ് എന്തെങ്കിലും ശല്യം. ഇയാൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാറുണ്ട്. സാറന്മാരെ, ദുനിയാവിന്റെ അവസ്ഥയാണ് സഹോദരന്മാരെ. എന്തെല്ലാം കാര്യങ്ങൾ നാം കാണുന്നു, നാം കേൾക്കുന്നു. ഒരു രോഗിയായ മനുഷ്യന്റെ അടുക്കൽ ഞങ്ങൾ പോയി. അദ്ദേഹം തളർവാദം പിടിച്ച് കിടക്കുക, എണീക്കാൻ നിവർത്തിയില്ല. ഒരു സാധാരണ വില കുറഞ്ഞ ഒരു കയ്യിൽ കഴുത്ത് മുതൽ കാല് വരെ ഇങ്ങനെ മൂടിയിട്ടിട്ടുണ്ട്. വേറെ ഒരു പലക കട്ടിലിൽ അദ്ദേഹത്തെ കിടത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പോയി അദ്ദേഹത്തെ കാണാൻ വേണ്ടി നേരത്തെയുള്ള പരിചയം, നേരത്തെയുള്ള സ്നേഹം വെച്ച് ഞങ്ങളെ കണ്ടവനെ അദ്ദേഹം ആ കട്ടിലിൽ കിടന്നുകൊണ്ട് അനങ്ങാൻ പാടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ശരീരം പയ്യെ പയ്യെ കുറിക്ക് അദ്ദേഹം എന്തെല്ലാം ശബ്ദം പുറപ്പെടുവിച്ചു. ഒന്നും പറയാൻ നിവർത്തിയില്ല, എന്തെല്ലാം ശബ്ദം. ഞങ്ങൾ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ കയ്യിലെല്ലാം തടകി, അദ്ദേഹത്തിന്റെ നെഞ്ചിലെല്ലാം തടകി, തലയിലെല്ലാം തടകി, സന്തോഷ വാക്കുകൾ പറഞ്ഞു, സമാധാന വാക്കുകൾ പറഞ്ഞു. സാരമില്ല, അല്ലാഹു തആല നിശ്ചയിച്ചാൽ ഈ രോഗത്തെ ശിഫ ആക്കി തന്നു വരാം. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും. ഇല്ലെങ്കിലോ അയ്യൂബ് നബി അലൈഹിസ്സലാം കടുത്ത രോഗത്തിൽ എത്രയോ കാലം കഴിഞ്ഞുകൂടേണ്ടി വന്നു. അദ്ദേഹം ആ രോഗാവസ്ഥയിൽ ക്ഷമിച്ചു. അല്ലാഹുവിന്റെ നിശ്ചയം. അവൻ ആരോഗ്യം തന്നു, യൗവനം തന്നു, കുറെ കാലം അങ്ങനെ ജീവിച്ചു. ഇപ്പോൾ അല്ലാഹു നമ്മളെ രോഗിയാക്കിയിരിക്കുന്നു. അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ സന്തോഷവും അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടായ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും അതും ശരി, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് ക്ഷമിച്ചു കഴിഞ്ഞുകൂടിയാൽ ഇന്നമായി ക്ഷമിക്കുന്നവർക്ക് അവരുടെ കൂലി അല്ലാഹു തആല കണക്കില്ലാതെ കൊടുക്കും എന്ന് ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒരു മനുഷ്യൻ അവരുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമോ സാമ്പത്തികമോ മാനസികമോ കുടുംബപരമോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വന്നാൽ അത് അല്ലാഹു തആല വിട്ടതാണ്. അവന്റെ ഇഷ്ടം, നമ്മുടെ കടമ. അവൻ നമ്മളോട് നല്ല നിലയിൽ പെരുമാറിയാൽ അവന് നാം ശുക്ർ ചെയ്യണം. നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ വിട്ടാൽ നമ്മൾ അത് ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിക്കുന്നവർക്ക് രാത്രി നിന്ന് നമസ്കരിക്കുന്നവരുടെയും പകലെല്ലാം നോമ്പ് വയ്ക്കുന്നവരുടെയും കൂലി ഉണ്ട് എന്ന് സഹോദരന്മാരെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം അത് സമാധാനപ്പെട്ടു. അങ്ങനെ ഞങ്ങള് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ ഞങ്ങളോട് പറഞ്ഞു, ഇരിക്കും, അല്പം ചായ കുടിച്ചിട്ട് പോകാം. ഹാജിയാരുടെ ഇഷ്ടപ്പെട്ട ആളുകളാണല്ലോ, നിങ്ങൾക്ക് അദ്ദേഹത്തിനോടും തിരിച്ചും അദ്ദേഹത്തിന് നിങ്ങളോടും തിരിച്ചും ഇരുന്നൽക്കും അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം കാണത്തക്ക നിലയിൽ ഇരുന്ന് ചായ കുടിച്ചിട്ട് പോയി. നിങ്ങളോട് ചായ കുടിക്കണമെന്നും ഇരിക്കണമെന്നും ഒന്നും പറയാൻ
ഇദ്ദേഹത്തിന് കഴിവില്ല, ആഗ്രഹമുണ്ട് ഹൃദയത്തിൽ, ഒന്നും മിണ്ടാൻ നിവർത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് അദ്ദേഹം കാണത്തക്ക നിലയിൽ കുടിക്കാം. ഞാൻ അവിടെ ഇരുന്നു ചായ പിന്നെ എന്തെല്ലാം പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അതെല്ലാം ഞങ്ങൾ ഇരുന്ന് കുടിക്കുകയും തിന്നുകയൊക്കെ ചെയ്യും. ഞാൻ നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു, നോക്ക്, നീ കിടക്കുന്ന ഈ രോഗിയായ ഈ മനുഷ്യൻ, ഈ ഹാജി, അദ്ദേഹം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഈ വീട്, ഈ വീട്ടിലത്തെ സൗകര്യപ്രദമായ മുറികൾ, ഈ വീട്ടിലുള്ള അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ വിശേഷമായ കക്കൂസ്, പിന്നെ ഇവിടെയുള്ള ഈ ആഹാരങ്ങൾ, എല്ലാ വസ്തുക്കളും ഇദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇതൊന്നും ഇന്ന് അനുഭവിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ നല്ല കട്ടിലുള്ള കൊണ്ടതിന് ശേഷം അദ്ദേഹത്തെ ഒരു പലകയുടെ മുകളിൽ കിടത്തിയിരിക്കുക. അദ്ദേഹം സമ്പാദിച്ച കാശ്, പണം ധാരാളമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നുമില്ല. വെറും ഒരു 2 മീറ്ററിന്റെ വില കുറഞ്ഞ കൈലിമുണ്ട്, കഴുത്ത് മുതൽ കാല് വരെ മൂടിയിട്ടുണ്ട്. എന്തെല്ലാം എണ്ണ കുഴമ്പുകളെല്ലാം ശരീരത്തിൽ തേച്ച് അങ്ങനെ തന്നെ ആ പലകക്കട്ടിലിൽ കിടത്തിയിരിക്കുക. ചോരമാരെ ആഹാരവും ഒന്നും കഴിക്കാൻ നിവർത്തിയില്ല, ഒരു തലകടി വെച്ച് കിടക്കാൻ നിവർത്തിയില്ല, ഒരു മെത്ത വിരിച്ച് അതിന്റെ മുകളിൽ കയറി കിടക്കാൻ നിവർത്തിയില്ല. എല്ലാം അദ്ദേഹം ഉണ്ടാക്കിയത് ബാക്കിയുള്ളവർ അനുഭവിക്കുന്നു. നമ്മൾ കുടിക്കുന്നു, ചായ പലഹാരങ്ങളെല്ലാം തിന്നുന്നു, അദ്ദേഹം കണ്ടുകൊണ്ട് കിടക്കുന്നു. ബാക്കിയുള്ള റൂമുകളിൽ ആളുകളെല്ലാം രാത്രി അദ്ദേഹം പാടുപെട്ടുണ്ടാക്കിയ കട്ടിലുകളിലും മെത്തകളിലും ആളുകൾ കിടന്ന് സുഖമായി ഉറങ്ങുന്നു. ഈ പാവം മനുഷ്യൻ ആ പലകക്കട്ടിലിൽ നീണ്ടു നൂർന്ന് കിടക്കും. അതുകൊണ്ട് ദുനിയാവിന്റെ ഈ നിയമങ്ങളെ പറ്റി എന്താ ഉറപ്പ്? ഇന്ന് സന്തോഷമായി സുഖമായി ജീവിക്കുന്ന മനുഷ്യൻ നാളെ ഏതവസ്ഥയിലാകും അള്ളാഹു ആയാലും അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ ചായയെല്ലാം കുടിച്ചുകഴിഞ്ഞ് ഞങ്ങൾ എണീറ്റ് പോകാമെന്ന് ഒരുക്കിയപ്പം രോഗിയായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഒരു പുതിയ ഭാര്യയുണ്ട്, ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി. അത് സൗകര്യവും സമ്പത്തും ഒന്നും ഇല്ലാത്ത കാലത്തെ ഭാര്യയായിരുന്നു. ആ ഭാര്യ മരിച്ചുപോയി. അതോടുകൂടി കുറച്ച് സാമ്പത്തികമായ നേട്ടമൊക്കെ ഉണ്ടായി. പെട്ടെന്ന് ഹോട്ടലുണ്ടായി, കെട്ടിടമുണ്ടായി, വീടുണ്ടായി, കാറുണ്ടായി, എല്ലാം ഉണ്ടായി. അപ്പൊ ആദ്യത്തെ ബുദ്ധിമുട്ട് കാലത്തുണ്ടായിരുന്ന ഭാര്യ മരിച്ചുപോയി. ഭാര്യ മരിച്ചാൽ സങ്കടം ഉണ്ടാകാം. എങ്കിലും ആ ഭാര്യ പാവപ്പെട്ടവരായിരുന്ന കാലത്ത് കല്യാണം കഴിച്ച ഭാര്യയല്ലേ. അതിന് ചിലപ്പം ഒരു പണക്കാരന്റെ മകൾക്കുണ്ടാകാറുള്ളത് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ യോഗ്യതകൾ ചിലപ്പോൾ കണ്ടെന്നും വരും, ചിലപ്പോൾ കണ്ടില്ലാന്നും വരും. ഈ ഒന്നുമായിട്ട് പോട്ടെ, 2-3 നാൾ പ്രസവം കഴിഞ്ഞു പോയ ഭാര്യയാണ്. അത് മരിച്ചുപോയി. നമുക്ക് രണ്ടാമത് സമ്പത്തൊക്കെ ഉള്ളപ്പോൾ ഒരു ചെറുപ്പക്കാരിയായ ബാല്യക്കാരിയായ പെണ്ണിനെ കെട്ടാമെന്ന് തോന്നലും മനുഷ്യരുണ്ടാകാം. അദ്ദേഹത്തിനുണ്ടായില്ല. ഒന്നാമത് നമ്മളെത്തിന് അദ്ദേഹത്തിന്റെ പേരിൽ പറയുന്നത് മനുഷ്യനാണ് ഉണ്ടാകാം. അങ്ങനെ രണ്ടാമത് കല്യാണം കഴിച്ച് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ നിലയിൽ തളർവാദം പിടിച്ചുപോയി കിടപ്പിലായി പോയി. മിണ്ടാതെ ഓർത്തില്ല. ഇപ്പോൾ ആ രണ്ടാമത്തെ ഭാര്യ, പുതിയ ഭാര്യ, ഇദ്ദേഹം രോഗിയായി കിടന്നതിന് ശേഷം ഇതുവരെയും ഇവിടെ വന്നിട്ടില്ല. പലരും പോയി പറഞ്ഞു, ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഒരു 1/4 മണിക്കൂർ 1/2 മണിക്കൂർ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചുമ്മാ ഒന്ന് നിൽക്ക്, നിന്നെ അദ്ദേഹം ഒന്ന് കാണട്ടെ, നിനക്ക് അദ്ദേഹത്തിനൊക്കെ കാണാൻ വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും നിന്നെ ഒന്ന് കാണട്ടെ, നിനക്കൊരു സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ 5-6 മാസമെങ്കിലും ജീവിച്ചാണല്ലോ, അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് ഇരിക്ക്, അദ്ദേഹത്തിന്റെ ശരീരമെല്ലാം ഒന്ന് തലോട്, ഒന്ന് തടക്, എന്തെങ്കിലും സന്തോഷവാക്ക് പറയ്, അദ്ദേഹത്തിന്റെ കണ്ണുനീർ ഒഴുകുന്ന ആ കണ്ണിലേക്ക് നീ ഒന്ന് നോക്ക്, നീ അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് തടകിവിട് എന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷെ അവർ വന്നില്ല, ആ ഭാര്യ വന്നില്ല. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയി പറയാമോ എന്നായി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളും ഇദ്ദേഹത്തിന്റെ ആ ഭാര്യയുമായിട്ട് എന്താ ഒരു ബന്ധം, പരിചയം പോലുമില്ല. സ്വന്തം നാടാണെങ്കിൽ എന്തെങ്കിലും പരിചയമോ എന്തെങ്കിലും അകന്ന ബന്ധമോ എങ്കിലും കാണും, പോയി പറയാം. ഇത് അന്യ രാജ്യത്ത് ഞങ്ങൾക്ക് എന്താ ബന്ധം, ഞങ്ങളെന്ത് പറയണം? ഇല്ല, നിങ്ങളത് പോയി പറയണം, നിങ്ങളോട് ബഹുമാനമാണ്, സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞു. ശരി, പോകാമോ? ഞങ്ങൾ 2-3 പേര് കൂടി പോയി. ഞങ്ങളുടെ കൂടെ ഒരു മൗലാനായും ഉണ്ടായിരുന്നു, ഞാനീ മെഹ്റാബ് മൗലാന. ഞാൻ ഈ മെഹ്റാബ് മൗലാനായും കൂട്ടിക്കൊണ്ട് ഞാനും വേറൊരാളും കൂടെ പോയി ആ ഭാര്യയുടെ വീട്ടിൽ പോയി പുറത്തിരുന്നും കൊണ്ട് എന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിന്റെ വിശേഷതയും
സവാബും. രോഗിയായി ശരീരം മുഴുവനും പഴുത്ത് കിടന്ന അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ ശുശ്രൂഷിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഗുണങ്ങളും മറ്റുമെല്ലാം പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവിന്റെ അടുക്കൽ ഒരു ദിവസം എന്നെങ്കിലും പോയി അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് അല്ലാഹു തആല ആഖിറത്തിൽ വലിയ കൂലി തരും. ഈ ദുനിയാവിൽ ഭർത്താവിനെ സന്തോഷിപ്പിച്ച ഭാര്യയെ നാളെ ആഖിറത്തിലും ഭാര്യയാക്കി കൊടുക്കും. അവർ ഹൂറുള്ളീങ്ങളായ സ്ത്രീകളുടെ നേതാവായിരിക്കും. അവരെക്കാൾ വളരെ കൂടുതൽ സൗന്ദര്യം ദുനിയാവിലത്തെ ഭാര്യയ്ക്ക് അല്ലാഹു കൊടുക്കും എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വരുന്നുണ്ട്. ഒരു സ്വർഗവാസി അവന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ വിശേഷമായ അലങ്കരിക്കപ്പെട്ട പട്ടുകൊണ്ട് വാതിൽക്കൽ തിരയിടപ്പെട്ട റൂമിൽ നിന്നും അതിന്റെ അവർണ്ണനീയമായ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സ്വർഗവാസിയെ വിളിക്കും, യാ വലിയല്ലാഹ്, ഈ അല്ലാഹുവിന്റെ വലിയ നിങ്ങളെ കാത്താണല്ലോ ഞാൻ ഇവിടെ വളരെ കാലമായി കഴിയുന്നത്. മർഹബൻ ബിക് മർഹബൻ ബിക്, അതുകൊണ്ട് വരിക വരിക എന്ന് സ്വാഗതിച്ചു സ്വർഗത്തിലെ ഹൂറിനെ. ഉടനെ ഇവൻ വലിയ ആശ്ചര്യത്തോടെ സന്തോഷത്തോടെ ആ സ്വർഗത്തിലെ ഹൂറിന്റെ ആ വാടകയിലേക്കും അവർ താമസിക്കുന്ന ആ അങ്ങേയറ്റം അലങ്കാരങ്ങളുള്ള ആ റൂമിലേക്കും എല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ അതിന്റെ അടുത്തല്പം അകലെ ഒരു റൂമിന്റെ മുമ്പിൽ നിന്നും പർദ്ദ മാറ്റിക്കൊണ്ട് സൂര്യനെ പോലെ തിളങ്ങുന്ന മുഖമുള്ള ഒരു സ്ത്രീ വിളിക്കും, യാ വലിയല്ലാഹ്, ഈ അല്ലാഹുവിന്റെ വലിയ. സ്വർഗത്തിൽ പോകുന്നതെല്ലാം അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. ദുനിയാവിൽ ഞാനും നിങ്ങളും സന്തോഷമായി കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ. നിങ്ങളെ സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ വരവും കാത്ത് ഞാനിവിടെ കഴിയുകയാണല്ലോ. ഹദീസിൽ ആ രണ്ട് പെണ്ണുങ്ങളെ പറ്റിയുള്ള വർണ്ണനകൾ, അവരുടെ രണ്ടുപേരുടെയും സൗന്ദര്യത്തിന്റെ വ്യത്യാസങ്ങളെല്ലാം ഹദീസിൽ വരുന്നു. അപ്പോൾ തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയും തന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുകയും അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് തഖ്വായോടുകൂടി പാതിവൃത്യത്തോടുകൂടി ജീവിക്കുകയും ചെയ്ത ദുനിയാവിലെ ഭാര്യയെയും അല്ലാഹു തആല നാളെ മൂമിനായ മനുഷ്യന് ഹൂറുലിങ്ങളോടൊപ്പം തന്നെ ഭാര്യയാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, പറയേണ്ട കാര്യമാണ്. അല്ലാഹു നമുക്ക് പറയാൻ പിന്നെ അത് കാണാനും അത് അനുഭവിക്കാനും എല്ലാം അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇതെല്ലാം അവരെ പറഞ്ഞ് ഞങ്ങൾ കേൾപ്പിച്ചു. അങ്ങനെ സഹോദരന്മാരെ ഞങ്ങൾ പോയി പള്ളിയിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു തോന്നുന്ന ഭാര്യ വന്നു ഒരു 10 മിനിറ്റ് അല്പം അകന്നു നിന്നു. കാരണം ഇദ്ദേഹം തളർവാദം പിടിച്ചു കിടക്കുന്ന മനുഷ്യരില്ലേ, മേത്തെല്ലാം കുഴമ്പ്, എണ്ണ, കട്ടിലെല്ലാം കുഴമ്പ്, എണ്ണ, നേരത്തെ കൂടിയിരിക്കുന്ന തുണിയെല്ലാം കുഴമ്പിൽ നനഞ്ഞത്, എണ്ണയിൽ നനഞ്ഞത്, ആ കുഴമ്പിന്റെ എല്ലാം മണം. അത് കാരണം ആ ഭാര്യ കുറെ അകലെ നിന്നു. അകലെ നിന്നിട്ട് മൂക്കെല്ലാം പൊത്തി പിടിച്ചോണ്ടെങ്കിൽ പോയിക്കോളും. അതെ സഹോദരന്മാരെ, എത്രയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, ഏ ദുനിയാവിന്റെ ആഡംബരത്തിൽ മുഴുകിയ മനുഷ്യ, നിനക്ക് കിട്ടിയ ഒരു നിഅമത്ത് കൊണ്ടും നീ സന്തോഷിക്കണ്ട. ഈ നിഅമത്തുകളെല്ലാം നെഞ്ഞിപ്പോകുന്നതാണ്. ഇന്നത്തെ യൗവനത്തിൽ ആരും അഹങ്കരിക്കണ്ട. കുറെ മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ ഇന്ന് അങ്ങേയറ്റം നല്ല യൗവനവും ആരോഗ്യമുള്ള നീ ഒരു വൃദ്ധനായിപ്പോവും, രോഗിയായിപ്പോവും. ചില ആളുകൾ ചെറുപ്പത്തിലെ ഫോട്ടോയിൽ എടുത്ത് വയസ്സാർക്കും ആരും കാണാതെ പോയി. ഇപ്പോഴത്തെ വയസ്സായ കവളൊട്ടിപ്പോയ പാലിലെല്ലാം നീണ്ട് തൊടിയുടെ മുകളിൽ കൂടെ പൊങ്ങി നിൽക്കുന്ന ആ പല്ലും ആ ഒട്ടിയ കവളും എല്ലാം ആ ഫോട്ടോയിൽ നോക്കും. ഒരു 10, 35, 40 കൊല്ലത്തിന് മുമ്പുണ്ടായിരുന്ന നല്ല തടിയും നല്ല ആകർഷണീയതയുള്ള അത് നോക്കും. ചുമ്മാ ഒരു നെടുവീർപ്പ് വിടാമെന്നില്ലാതെ എന്താ വിശേഷം? ഒരു വിശേഷമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, എന്നാൽ ആര് ഈ ദുനിയാവിന്റെ ഈ താൽക്കാലികമായ ആഡംബരത്തിൽ മുഴുകി അല്ലാഹുവിനെയും ആഖിറത്തിനെയും മറന്നു ജീവിക്കാതെ തന്റെ യൗവനവും തന്റെ ആരോഗ്യവും തന്റെ ശക്തിയും അല്ലാഹു കൊടുത്ത കഴിവുകളും അബദിയായ നിലനിൽക്കുന്ന ആഖിറത്തിന്റെ നിഅമത്തുകളെ കരസ്ഥമാക്കാൻ വേണ്ടി ആര് നിലവാക്കുന്നു, അവർ ഭാഗ്യവാന്മാർ. അവരെ അല്ലാഹു തആല നാളെ
സ്വർഗത്തിന്റെ ഉയർന്ന നിഅമത്തുകളിൽ പ്രവേശിപ്പിക്കും. അവരോട് പറയപ്പെടും ഉദ്ഖുലൂഹാ ഖാലിദീൻ, ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും എന്നേക്കുമായി പ്രവേശിക്കുകയും കാലാകാലത്തേക്കായിട്ട് പ്രവേശിക്കുകയും എന്ന് പറയും. സഹോദരന്മാരെ, അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ സൽജനങ്ങൾ സ്വർഗത്തെയും അതിലെ നിഅമത്തുകളെയും കാണുമ്പോൾ പറയും അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് ലഖദ് ജാഅത് റസൂലു റബ്ബിനാ ബിൽ ഹഖ് വനൂദൂ അൻ തിൽകുമുൽ ജന്നത്തു ഊരിസ്തുമൂഹാ ബിമാ കുന്തും തഅമലൂൻ. പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കടക്കാൻ സ്വർഗവാസികളോട് പറയുമ്പോൾ അവർ ആ സ്വർഗത്തിൽ കടക്കും. ആ സ്വർഗത്തെ എല്ലാം ഇങ്ങനെ ഒന്ന് കാണും. അപ്പോൾ ആ സ്വർഗവാസി പറയും അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും അല്ലദീ ഹദാനാ ലിഹാദാ, ഈ സ്വർഗത്തിലേക്ക് നമ്മളെ അല്ലാഹു തആല കൊണ്ടുവന്ന് ചേർത്തു. ഹിദായത്ത് തന്നു, വഴി കാണിച്ചു. അല്ലാഹു ഹിദായത്ത് തരിക എന്ന് പറഞ്ഞാൽ പോയി ചേരേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി ചേർക്കുക എന്നാണ്. ഈ സാധനങ്ങൾ മത്ലൂബ് എന്നാണ് അർത്ഥം. നമ്മളെ ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന് ചേർത്ത അല്ലാഹുവിനാണ് സർവസ്തുതി. എന്റെ കാലിന് വേദനയുണ്ട്, ഞാൻ കാലൊന്ന് പൊട്ടുവെച്ചോട്ടെ, നിങ്ങൾ ശ്രമിക്കാം. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗവാസികൾ സ്വർഗത്തിൽ കയറിക്കൊണ്ട് പറയും അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, ഈ സ്വർഗത്തിലേക്ക് നമുക്ക് വഴി കാണിച്ചു തന്ന അല്ലാഹുവിനാണ് സർവസ്തുതി. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, ഈ സ്വർഗത്തിലേക്ക് അല്ലാഹു അവന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളിവിടെ വന്ന് ചേരുകയില്ലായിരുന്നു. എന്താ കാരണം? ഈ സ്വർഗത്തിലെ ഈ നിഅമത്തുകൾ വന്നും ദുനിയാവിൽ വെച്ച് നമ്മളെ കൊണ്ട് കാണാൻ കഴിയുകയില്ലായിരുന്നു. ഇങ്ങനെ സ്വർഗമുണ്ട്. ഈ സ്വർഗത്തിൽ അഅത്തുൽ ഇബാദിയ സ്വാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമാഅ ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا كمن كان فاسقا لا يستوون أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون. അല്ലാഹു പറയുന്നു, ഞാൻ എന്റെ സൽജനങ്ങളായ എന്റെ അടിമകൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്ഞാനത്തികൾ ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. കാരണം ആഖിറത്തിൽ വന്നാലേ കാണുള്ളൂ. ഇതെങ്ങനെ കാണാനാ? ഒരാളും സമയ ആരെങ്കിലും പറഞ്ഞ് കേൾക്കാൻ സാധിക്കുമോ? അത് നോക്കില്ല. കാണാത്തവർക്ക് പറയാനാ, കണ്ടതല്ലേ പറയാനുള്ളൂ. ഒരാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ സങ്കല്പിക്കാനും സാധിച്ചിട്ടില്ലാത്ത അങ്ങനത്തെ വലിയ നിഅമത്തുകൾ എന്റെ സൽജനങ്ങളായ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു പറയാം, ഖുദ്സിയായ ഹദീസ് ഖുർആൻ ശരീഫിൽ അല്ലാഹു പറയുന്നു, ഒരു കൂട്ടം സൗഭാഗ്യവാന്മാരായ എന്റെ അടിമകൾ, അവർ അവരുടെ സുഖകരമായ ആനന്ദകരമായ അവരുടെ ഉറക്ക മെത്തകളിൽ നിന്ന് കിടക്കകളിൽ നിന്ന് അവർ എണീക്കും. അവരുടെ ശരീരം അകലും, കഥജാഫ താനെ അകലും. രാത്രി എണീക്കുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിലെ കൊതിച്ചവരായും അള്ളാഹുവിന്റെ അദാബിനെ ഭയന്നവരായും അവരെണീക്കും.
അവർക്ക് നാം കൊടുത്തതായ ധനത്തെ അവർ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവ് ചെയ്യുകയും ധനത്തെ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവ് ചെയ്തും ശരീരത്തെ അതിന്റേതായ ആനന്ദങ്ങളിലും അതിന്റേതായ ഇച്ഛകളെ പൂർത്തിയാക്കുന്നതിലും മാത്രം ഈ ശരീരത്തെ ലയിപ്പിക്കാതെ അല്ലാഹുവിന്റെ ഇബാദത്തുകളിലും രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിനോട് മുനാജാത്ത് ചെയ്യുന്നതിലും അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിലുമായി കഴിഞ്ഞുകൂടും. ഫലാതഅലമു നഫ്സുൻ, ഒരൊറ്റ ആൾക്കും അറിഞ്ഞുകൂടാ. അല്ലാഹു പറയുക, മാ ഉഖ്ഫിയ ലഹും, അവർക്ക് അല്ലാഹു തആല മറച്ചു വെച്ചിരിക്കുന്ന നിഅമത്തുകൾ. എങ്ങനത്തെ നിഅമത്തുകൾ? മിൻ ഖുർറത്തി അഅ്യുനിൻ, അവരുടെ കണ്ണിനെ കുളിർപ്പിക്കുന്ന, അവരുടെ കണ്ണിനെ ആനന്ദത്തിൽ മുഴുകിപ്പിക്കുന്ന നിലയിലുള്ള നിഅമത്തുകൾ എന്തെല്ലാമാണോ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, അത് ഇന്നതാണ് ഇങ്ങനെയാണ് എന്ന് ഒരൊറ്റ ആൾക്കും അറിഞ്ഞുകൂടാ, അറിയാൻ സാധിക്കില്ല. അല്ലാഹു പറയാം. എന്നിട്ട് അല്ലാഹു പറയുന്നു, അല്ലാഹു പറയാൻ അപമൻകാന മുഅ്മിനൻ കമൻകാന ഫാസിഖ, ഈ കാര്യങ്ങളെല്ലാം സത്യമാണ്, യഥാർത്ഥമാണ് എന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാതെ നഫ്സിന്റെ ഇച്ഛകൾ മുഴുകി നഫ്സിന്റെ ആഗ്രഹങ്ങളെ പൂർത്തിയാക്കുന്നതിൽ മുഴുകി പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരും രണ്ടുപേരും തുല്യരാണോ? ലായസ്തവൂൻ, ഒരിക്കലും അവർ തുല്യരല്ല. അമ്മല്ലദീന ആമനൂ, ആദ്യ കാര്യങ്ങളെല്ലാം ഹഖാണെന്ന് ഈമാൻ കൊണ്ട് വിശ്വസിച്ച് അതനുസരിച്ച് അമൽ ചെയ്യുന്നു. ഫലഹും ജന്നാത്തുൽ മഅ്വ, അവർക്ക് അവർ ചെന്ന് ഒതുങ്ങുന്ന, അവർ ചെന്ന് പാർക്കുന്ന പൂന്തോട്ടങ്ങളുണ്ട്, പൂങ്കാവനങ്ങളുണ്ട്, ആരാമങ്ങളുണ്ട്. ഫലഹും ജന്നാത്തുൽ മഅ്വ നുസ്ലൻ ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത സൽപ്രവൃത്തിയുടെ ഫലമായി, അവർ ചെയ്ത സൽപ്രവൃത്തിയുടെ പ്രതിഫലമായി അവർക്ക് നൽകപ്പെടുന്ന ആതിഥേയ മന്ദിരങ്ങൾ. ഇവിടെ ഒരു അർത്ഥമുണ്ട്. ഖുർആന്റെ ആയത്തുകൾക്കെല്ലാം അതിന്റെ ഓരോ വചനങ്ങൾക്കും വലിയ അർത്ഥം. ഇമാം ബൈലാവി റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറഞ്ഞതുപോലെ ഖുർആൻ ശരീഫിന്റെ ആയത്തുകൾക്ക് ലാഹിരിയായ അർത്ഥങ്ങളുമുണ്ട്, ആന്തരാർത്ഥങ്ങളുമുണ്ട്. അതിന്റെ അർത്ഥങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരർത്ഥത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അടുത്ത അർത്ഥം നമുക്ക് കാണാൻ തുടങ്ങും. മലയെ പോലെ ഒരു മലയുടെ ഉച്ചിയിൽ കയറുമ്പോൾ അടുത്ത മല കാണാൻ തുടങ്ങും, അതിന്റെ ഉച്ചിയിൽ കയറുമ്പോൾ അടുത്ത മല കാണാൻ തുടങ്ങും. ഇങ്ങനെ അന്തമില്ലാത്ത നിലയിൽ അർത്ഥത്തിന്റെ ഉന്നത സ്ഥാനങ്ങൾ മനുഷ്യര് അവന്റെ ദൃഷ്ടികൾക്ക്, അവന്റെ അറിവിന് വ്യക്തമായിക്കൊണ്ടേ പോകും. എന്ന് ബഹുമാനപ്പെട്ട മൂസലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി, സമുദ്രത്തിന്റെ തിരമാലകളെ പോലെയാണ് ഖുർആന്റെ ആയത്തുകളുടെ അർത്ഥം. ഇതെല്ലാം മനുഷ്യന്റെ ഹ്രസ്വമായ അറിവ്, അവന്റെ സ്വാഭാവികമായ ദൗർബല്യം. എന്താ ദൗർബല്യം? എല്ലാ മനുഷ്യരിലുണ്ട് അസൂയ. അസൂയ. ഒരു പെണ്ണ് അവളെക്കാൾ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കാണുമ്പം അവൾക്ക് ദേഷ്യമാണ്. ഇവൾക്കെന്നെ ഇങ്ങനെ എന്നെക്കാണ് സൗന്ദര്യം കൂടുതൽ, ആളുകൾ ഇവിടെയല്ലേ ആഗ്രഹിക്കുള്ളൂ, എന്നെ തള്ളിക്കളയുമല്ലോ. സൗരന്മാർ, പെണ്ണുങ്ങൾക്ക് അസൂയ, ആണുങ്ങൾക്ക് അസൂയ. അവരെ കണ്ടപ്പോൾ അവന്റെ കയ്യും കാര്യമെല്ലാം നല്ല ഗവൺമെന്റ് അടി പോലെ ഇരിക്കുന്നു. ഞാനാണെങ്കിൽ അങ്ങനെ എല്ലാം തെളിവായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ട് നടക്കുന്നു. ഇവർക്കെന്താ ഇങ്ങനെ വലിയ ആരോഗ്യം? ഒരു 50 വയസ്സായ അർദ്ധ വയസ്സൻ ഒരു 25 വയസ്സിൽ കാണാം. അമ്പട നടക്കുന്ന കണ്ടില്ലേ, കയ്യുമാട്ടിക്കൊണ്ട് തടിയൻ. സാറുമാർ എന്താണെന്നറിയോ, ഞാൻ വാർദ്ധക്യത്തിലേക്കായി, ഇവൻ യൗവനത്തിലേക്ക് വന്നു. ഇവന് ആ യുവാവിനെ കണ്ടപ്പോ അസൂയ. നിനക്കുള്ള കാലം കഴിഞ്ഞു, റേഷൻ കടയിൽ പോയി നിന്റെ കാർഡ് കൊടുത്തു, നിനക്ക് ആ കാർഡിലുള്ള യൂണിറ്റ് അനുസരിച്ച് അരിയോ പാമോലിയോ എന്തെല്ലാമാണ് മേടിച്ചു കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരുത്തൻ അവന്റെ കാർഡ് കാണിച്ച് അവന്റെ ഭക്ഷണ സാധനം മേടിച്ചുകൊണ്ട് വരുന്നു. നീ എന്തിനാ അവനോട് അസൂയപ്പെടുന്നത്? അല്ലാതെ നിന്നെ സൃഷ്ടിച്ചു, നിനക്ക് ബാല്യകാലം തന്നു, നിനക്ക് യൗവനകാലം തന്നു, നീ ആ യൗവനകാലത്തിന്റെ സന്തോഷമെല്ലാം അനുഭവിച്ചു. നീ ഇപ്പോൾ പയ്യ വാർദ്ധക്യത്തിലേക്കാണ്. ഇങ്ങനെ ലോകം ഇങ്ങനെ പോവുകയാണ്, ഇങ്ങനെ കറങ്ങുകയാണ്. നീ എന്തിനാ അനുഭവിക്കുന്നത്? നീ എന്തിനാ അസൂയപ്പെടുന്നത്? അസൂയപ്പെട്ട ഫലമെന്താണ്? പക്ഷെ അവരെ എത്തിച്ചില്ല. സഹോദരന്മാരെ, അവരുടെ വയസ്സന്മാർക്ക് യുവാക്കളെ കാണുമ്പോൾ അസൂയ. ഈ യുവാക്കൾക്കോ വയസ്സന്മാരെ കാണുമ്പോൾ ഒരു പുച്ഛം. അവരവരെ പരിഹരിക്കും. നടക്കുന്ന വിളവെപ്പൊന്നും കാണിച്ചോട്ടെ, വേറെ ജോലിയൊക്കെ
നിവൃത്തിയില്ല, നമുക്കൊന്ന് കളിക്കാനും നിവൃത്തിയില്ല. ഓ സഹോദരന്മാരെ, അതൊരു കാലമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ വാപ്പാടെയും ഉമ്മാടെയും മുമ്പിലേക്ക് എല്ലാം നടക്കും. ഒരു നാളും ഇപ്പൊ ഇല്ല സഹോദരന്മാരെ. ട്രെയിനിന്റെ ബെഞ്ചിൽ കിടന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും സഹോദരന്മാരെ ലജ്ജയില്ലാത്ത രൂപത്തിൽ പെരുമാറുന്നു. ഒരു പ്ലെയിന് പരസ്യമായിട്ട് 2 പേരിരുന്ന 4 പേരിരിക്കുന്ന സീറ്റാണ്, 2 പേര് കാലിയാണ്. ആ സീറ്റിലിരുന്ന ആണും പെണ്ണും ആ പ്ലെയിനിലത്തെ സീറ്റിൽ അവർ കിടന്ന് എന്താണ് ചെയ്യുന്ന പേരൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ആരും ഒന്നും വേണ്ടില്ല. എയർ ഹോസ്റ്റസ് കണ്ടോണ്ട് തിരിച്ചോണ്ട് പോയി. നല്ലത്, നമുക്കൊരു ചാൻസ് കിട്ടിയെന്നുള്ളതാണ്. സിഗരറ്റ് കത്തിച്ചു കൊണ്ട് എയർ ഹോസ്റ്റസ് പറഞ്ഞു പാടില്ല, ഇത് സിഗരറ്റ് വലിക്കാൻ പാടില്ല, പുകവലി നിരോധിക്കപ്പെട്ട ഏരിയയാണ്, അതുകൊണ്ട് ഇവിടെ പോയിക്കണം. ഇതാ വ്യഭിചാരം ചെയ്തു, സിഗരറ്റ് വലിക്കരുത്. സഹോദരന്മാരെ, ഒരു ഷാപ്പിക്കാരനും ഒരു അരവിക്കാരനും കൂടെ കള്ളുഷാപ്പിൽ പോയി. 2 പേരും കള്ളു കുടിച്ചോണ്ടിരുന്നപ്പോൾ കൊഞ്ചു കൊണ്ടുവന്ന് കൊടുത്തു. ഒന്ന് അനവിക്കാരൻ പറഞ്ഞു, അനവിയിൽ കൊഞ്ച് മക്രൂഹാണ്. ചിരിക്കാൻ തന്നെ പറയില്ല. ഇതൊക്കെ മനുഷ്യന്റെ സഹോദരന്മാരെ ബുദ്ധിയില്ലായ്മയെ പറ്റി പറയുകയാണ്. 2 പേരും കൂടി പള്ളിയിൽ കയറി എന്തെങ്കിലും കിട്ടുന്ന മോഷ്ടിക്കാം. അവിടെ പള്ളിയിലൊന്നും കിട്ടിയില്ല മോഷ്ടിക്കാൻ. എന്നാൽ ഖുർആനെങ്കിലും എടുത്തോണ്ട് പോയി വിൽക്കാണ്ട എന്ന് പറഞ്ഞ് കുറേ ഖുർആൻ എടുക്കണമെങ്കിൽ നമുക്ക് ഒതുവില്ലല്ലോ. സഹോദരന്മാരെ മോഷ്ടിക്കാൻ, ഖുർആൻ മോഷ്ടിക്കാൻ ഒതുവില്ല. അത്രയെങ്കിലും ബോധമുണ്ടല്ലോ ഒരു കണക്കിന്. സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം മാപ്പാക്കി തരട്ടെ. അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, കാനൽ ഇൻസാനു ജഹൂല, മനുഷ്യൻ അവന്റെ ഗുണത്തെപ്പറ്റി, അവന്റെ ദോഷത്തെപ്പറ്റി, അവന്റെ പുരോഗതിക്കുള്ള വഴിയെപ്പറ്റി, അവന്റെ അധപ്പതനത്തിലുള്ള വഴിയെപ്പറ്റി അവൻ വിവരം കെട്ടവനാണ്. പിന്നെ മനുഷ്യൻ ബുദ്ധിമാന്മാരെത്തിയെന്നറിയാം. ഞാൻ ചുമ്മാ ചിന്തിക്കാൻ വേണ്ടി പറയാം. നിയമം ഉണ്ടാക്കുന്നവൻ എപ്പോഴും യവനാണെങ്കിൽ ആ നിയമം നിർമ്മിക്കുന്നതിൽ അവന്റെയും അവരോട് ബന്ധപ്പെട്ടവരുടെയും സ്വന്തം താല്പര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുത്ത് അവർ നിയമം ഉണ്ടാക്കും. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ പുരാതന വേദങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല. സഹോദരന്മാരെ, ചില വംശത്തിൽപ്പെട്ട പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, അവർ മാറി മറക്കാൻ പാടില്ല. ടിപ്പു സുൽത്താന്റെ പ്രഖ്യാപനം ഇന്നും തൃപ്പൂണിത്തറയിലെ കൊച്ചി രാജകൊട്ടാരത്തിലുണ്ട്. അദ്ദേഹം കൊച്ചിയിൽ ഒന്നോടനെ പ്രഖ്യാപിച്ചു, പെണ്ണുങ്ങൾ അവിടെ മാറി മറക്കണം. അവിടെ സൗന്ദര്യവും അവിടെ ആകർഷണീയമായ ശരീരത്തിന്റെ ഭാഗങ്ങളും അത് കാണുന്നവർക്കെല്ലാം പൊതുവായി മാർക്കറ്റിലെ പത്തി പോലെ ചാള പോലെ കൊടുക്കാറുള്ളതല്ല. അതിന് ഗൗരവമുണ്ട്. അതിനെ മറയ്ക്കണം. ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയിൽ പരസ്പരം ബന്ധപ്പെട്ട് വിവാഹം നടത്തി ഒരു ഭർത്താവ് ഭാര്യയെ ഭാര്യയായി അംഗീകരിച്ച് ആ പെണ്ണ് ഭർത്താവിനെ ഭർത്താവായി അംഗീകരിച്ചതിന് ശേഷമേ അവർ തമ്മിൽ കൂടി ബന്ധം പാടുള്ളൂ. അതുകൊണ്ട് പെണ്ണിന്റെ സൗന്ദര്യവും ആണുങ്ങളെ ആകർഷിക്കുന്ന അവരുടെ ശരീരഭാഗങ്ങളും തുറന്നിടാനുള്ളതല്ല, അത് മറച്ചു വെച്ചു. നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ തുറന്നിടുകയാണ്, അത് മൂടി വെച്ചു. തിന്നാനുള്ളതാ, പക്ഷെ തുറന്നിട്ടാൽ അതിന്റെ വിലയില്ലാതെ അത് നാശമായിപ്പോ, അത് മൂടി വെക്കണം സഹോദരന്മാർ. അതുപോലെ എല്ലാ നല്ല വസ്തുക്കളും മൂടിയാണ് വെച്ചത്. എറണാകുളത്തൊരു കല്യാണം, ഒരു കോളേജ് പ്രൊഫസറാണ് കല്യാണം കഴിക്കുന്നത്. എന്റെ ഒരു സ്നേഹിതന്റെ മകളാണ് പെണ്ണ്. ഞാനെല്ലാം പോയിരുന്നു. അന്നേ നിക്കാഹിന്റെ സമയമായപ്പം ഞാൻ പറഞ്ഞു, പ്രായമായ പെണ്ണാണെങ്കിൽ പെണ്ണിനോട് അനുവാദം ചോദിക്കണം തോന്നും. അനുവാദം കൂടാതെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഹനഫി മദ്ഹബ് അനുസരിച്ചാണെങ്കിൽ സ്വന്തം വാപ്പായാണെങ്കിൽ തന്നെയും അനുവാദം ചോദിക്കണം, പ്രായമായ പെണ്ണാണെങ്കിൽ. മൗനം വീക്ഷിക്കുകയോ ചിരിക്കുകയോ കരയുകയോ വ്യക്തമായി സമ്മതമാണെന്ന് പറയുകയോ ചെയ്യും. ഇതെല്ലാം സമ്മതമാണ്. അപ്പൊ നിക്കാഹിന്റെ സമയമായപ്പോൾ ഞാൻ പറഞ്ഞു, പെണ്ണിനോട് അനുവാദം ചോദിക്കാൻ പറഞ്ഞു. ആരാ ചോദിക്കുന്നത്? ആര് പെണ്ണിന്റെ നിക്കാഹ് കഴിച്ചു കൊടുക്കുന്ന ഒലി ആരാണോ പോയി അനുവാദം ചോദിക്കണം. പിന്നെ അവിടെ സ്കൂളിലെ ടീച്ചർമാരും ലെക്ചറർമാരും പ്രൊഫസർമാരും സ്കൂൾ വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ടായിരുന്നു. അവർ മുസ്ലിമീങ്ങളല്ല. അവർക്ക് ഇതൊരു അർത്ഥമില്ലാത്ത കാര്യമായിട്ട് തോന്നി. ഇതെന്താ, കല്യാണം നിശ്ചയിച്ചു, മാലയിട്ടു, മോതിരമിട്ടു, കല്യാണ ദിവസം തീരുമാനിച്ചു, എല്ലാവരും ഒരുങ്ങി സദസ്സിൽ വന്നിരിക്കുന്നു. ഈ സമയത്ത് എന്താ അവർ അനുവാദം ചോദിക്കൽ? ഈ നടന്നതെല്ലാം സമ്മതമാണ് എന്നുള്ളതിന്റെ ബാഹ്യമായ പ്രകടനമല്ലേ, പ്രത്യക്ഷമായ പ്രകടനമല്ലേ? ഇത് പറഞ്ഞപ്പോൾ ഞാൻ നിക്കാഹ് കഴിക്കുന്ന ഹത്തീബിനോട് പറഞ്ഞു, നിങ്ങൾ നിക്കാഹ് കഴിക്കാൻ ഒരു 10 മിനിറ്റ് താമസിക്കണം, ഒരു കാര്യം എനിക്ക് പറയാം. അപ്പൊ ഞാൻ എനിക്ക് വേറെ പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, വിവാഹിതയാകാൻ പോകുന്ന പെണ്ണിന്റെ അനുമതി ഈ സമയത്ത് ചോദിക്കുന്നതിനെ പറ്റി ചില ആളുകൾക്ക് സംശയം തോന്നി. പെണ്ണുങ്ങൾക്ക് പരിപൂർണമായ
സ്വാതന്ത്ര്യവും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് അല്ലാഹു തആല അവകാശം ഇസ്ലാമിൽ കൂടി കൊടുത്തു. മറ്റുള്ള സമുദായങ്ങളെല്ലാം സ്ത്രീകളെ അടിമകളാക്കി ഭർത്താവിന്റെ കൂട്ടത്തിൽ തീയിൽ കരിയാൻ പറഞ്ഞു. അതുപോലെ സഹോദരന്മാരെ മറ്റ് പലതരത്തിലുള്ള നിയമങ്ങൾ മുഖേന പെണ്ണുങ്ങളുടെ ജീവിതത്തെ ഇടുക്കി അവർക്കൊരു സ്വാതന്ത്ര്യമില്ലാതെയാക്കി, അവർക്ക് സ്വത്തവകാശമില്ലാതെയാക്കി. അതേസമയത്ത് ഇസ്ലാം എല്ലാ നിലയിലും അവർക്ക് പുരോഗമിക്കാനും വളരാനും ഉയരാനുമുള്ള എല്ലാവിധമായ യോഗ്യതകളും അവകാശങ്ങളും അവർക്ക് നൽകി. പക്ഷേ സ്ത്രീകളെന്നുള്ള നിലയ്ക്ക് അവരുടെ ആ പുരോഗതിക്കെല്ലാം ചില നിബന്ധനകളെല്ലാം ആണുങ്ങളെ പോലെ ആകാൻ പാടില്ല. കാരണം ഒരു ആണ റോഡിൽ കൂടെ നടന്നു പോയാലുള്ളതുപോലെയല്ല ഒരു പെണ്ണ ഒറ്റയ്ക്ക് നടന്നു പോയാലുള്ള അവസ്ഥ. അതുകൊണ്ട് പെണ്ണുങ്ങൾ അവരുടെ പ്രത്യേകമായ അവരുടെ സ്വഭാവം, അവരുടെ രീതി, അതനുസരിച്ച് അവർക്ക് ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ആ നിയന്ത്രണങ്ങൾ ഇസ്ലാമിലുണ്ട്. എന്തിനാ? ആ പെണ്ണ് പതിവ്രതയാകാൻ വേണ്ടി, അവരുടെ പാതിവ്രത്യം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, അവളെ ചൂഷകന്മാരെ ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടി, അക്രമം ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പോൾ സഹോദരന്മാരെ, അപ്പോ ഞാൻ എണീറ്റ് പറഞ്ഞു, കാരണവന്മാർ കൂടി തീരുമാനിച്ചു. അപ്പോൾ അനുസരണയുള്ള ഗുരുത്വമുള്ള വഴിപ്പെടുന്ന ഒരു പെണ്ണ് കാരണവന്മാരുടെ മുമ്പിൽ നിന്നൊന്നും മിണ്ടില്ലാന്ന് വരും. ഉമ്മാരുടെ മുമ്പിൽ, ഇത്താത്താരുടെ മുമ്പിൽ, അതുപോലെ കുടുംബത്തിലെ കാർഗവത്തികളായ പെണ്ണുങ്ങളുടെ മുമ്പിൽ ഒന്നും മിണ്ടില്ലാന്ന് വരും. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ പെണ്ണ് അവരുടെ സ്വന്തം അഭിപ്രായം തുറന്നു പറയാതെ ഈ ചടങ്ങുകളെല്ലാം നടന്നുപോയി ഇരിക്കട്ടെ, നിക്കാഹിന്റെ സമയത്ത് ആ പെണ്ണിനോട് ചോദിക്കുകയും ആ പെണ്ണ് അനുവാദം തരികയും ചെയ്തെങ്കിൽ മാത്രമേ നിക്കാഹ് നടത്താവുള്ളൂ. ആ പെണ്ണ് നിയമപ്രകാരമുള്ള അനുവാദം തന്നില്ലെങ്കിൽ നിക്കാഹ് നടത്താൻ ഒക്കില്ല. ഒരു പ്രായപൂർത്തിയാകാത്ത പെണ്ണിനെ ചെറുപ്പത്തിൽ വാപ്പ കല്യാണം കഴിച്ചു കൊടുത്തു. അരടി മതമെല്ലാം പറയാൻ നേരെയില്ല. പ്രായമായി കഴിയുമ്പോൾ ആ വിവാഹം സ്ഥിരപ്പെടുത്തി അംഗീകരിക്കാൻ, അത് ക്യാൻസൽ ചെയ്യാനും പ്രായപൂർത്തിയാകുമ്പോൾ പെണ്ണിന് അവകാശമുണ്ട്. എന്നാൽ പ്രായപൂർത്തിയാകാത്ത പെണ്ണിനെ അനുവാദം ചോദിക്കാതെ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യാൻ. ഷാഫിയുടെ വാപ്പായുടെ സ്ഥാനം മുഴുവനായ വഴിയാണല്ലോ. ഞാൻ ഇപ്പോൾ നിയമങ്ങളൊന്നും പറയാം. അപ്പോൾ സഹോദരന്മാരെ, ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം മനുഷ്യന്റെ വ്യക്തിപരമായ ഗുണങ്ങൾ, അവന്റെ കുടുംബപരമായ ഗുണങ്ങൾ, അവന്റെ സാമൂഹികമായ ഗുണങ്ങൾ, അവന്റെ വംശപരമ്പരയുടെ ഗുണങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇതിനെല്ലാം പൂർണ്ണമായ സുരക്ഷിതത്വം നൽകി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിൽ കൂടി മനുഷ്യനെ കാക്കുക. ഇസ്ലാമിൽ വാപ്പായെ അനുസരിക്കണം, ഉമ്മായെ അനുസരിക്കണം, അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറണം, യാത്രയിലെ കൂട്ടുകാരനോട് നല്ല നിലയിൽ പെരുമാറണം. ഇങ്ങനെ ജീവിതത്തിന്റെ ഏതെല്ലാം തുറകളുണ്ടോ ആ തുറകളിലെല്ലാം ഏറ്റവും നല്ല ജീവിതം, ഉയർന്ന ജീവിതം മനുഷ്യരെ പഠിപ്പിക്കുന്ന ദീനാണ് ദീനുൽ ഇസ്ലാം. അങ്ങനത്തെ ഒരു ഉയർന്ന നല്ല ജീവിതം പഠിപ്പിക്കുന്ന ഒരൊറ്റ മതവും ഇസ്ലാം ഇല്ലാത്ത ലോകത്തില്ല. സഹോദരന്മാരെ, ഈ യഥാർത്ഥം ഞാനിതുകൾ മനസ്സിലാക്കിയാൽ ഇസ്ലാമിനെ പറ്റിയുള്ള അള്ളാഹുവിന്റെ പ്രഖ്യാപനം ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രകൃതി മതമാണ്. നമ്മുടെ തങ്ങളുടെ മുസ്ലിയാൽ എഴുതി ഒരു പുസ്തകം, പ്രായോഗിക അദ്വൈതം പ്രകൃതി നിയമം. ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് വായിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താണെന്ന് നല്ല ഓർമ്മയൊന്നുമില്ല. അപ്പൊ സഹോദരന്മാരെ, ഇസ്ലാം പ്രകൃതി മതമാണ്. അത് ആരെങ്കിലും 4 പേരോ 10 പേരോ കൂടിയിരുന്ന് ആ ദൗർബല്യങ്ങളോടുകൂടി, അപൂർണമായ അറിവോടുകൂടി പലതരത്തിലുള്ള ബലഹീനതകൾക്ക് വശംവദരാകാൻ നിർബന്ധിതരായ ആളുകൾ കൂടി ഇരുന്ന് എഴുതിയുണ്ടാക്കിയ നിയമമല്ല. പിന്നെയോ സർവ്വ സൃഷ്ടികളെയും തന്റെ സൃഷ്ടികളായി ഒരുപോലെ കാണുന്ന എല്ലാവരുടെയും സൃഷ്ടികർത്താവായ അല്ലാഹുവിന്റെ നിയമങ്ങളാണ്. റബ്ബിക്കും നബിയെ തങ്ങൾ പറയുക, ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ദീൻ ഹക്കായ ദീനാണ്. അത് നിങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ച, സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന അല്ലാഹുവിൽ നിന്നുള്ള നിയമമാണ്. എന്റെ നിയമമല്ല, ഞാൻ ഉണ്ടാക്കിയതല്ല. സഹോദരന്മാരെ, ഇതിനെപ്പറ്റിയെല്ലാം ഖുർആനിൽ ഇതിനേക്കാളും കൂടുതൽ വ്യക്തമായ പ്രഖ്യാപനങ്ങൾ ധാരാളമുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോ കടക്കാൻ ഒഴുകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇസ്ലാം സഹോദരന്മാരെ അള്ളാഹുവിന്റെ സൃഷ്ടികളായ മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും സ്വൈരതയും സമാധാനവും ലഭിക്കുന്നതിന് അല്ലാഹു തആല മനുഷ്യവംശത്തിന് നൽകിയിരിക്കുന്ന ദീനാണ് ദീനുൽ ഇസ്ലാം. ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ. നബിയെ തങ്ങൾ പറയുക, ഏ മനുഷ്യ സമൂഹമേ, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവാചകരായി അല്ലാഹു എന്നെ അയച്ചിരിക്കുകയാണ്. ഞാനോ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവ്വജനാലയങ്ങൾക്കും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല അല്ലാഹു തആല പറയും. സഹോദരന്മാരെ, ഇത് ഏത് നിലയിലാണ് എന്ന് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും കൂടിയും ലോകത്തിന് വാക്കിലും പ്രവൃത്തിയിലും കാണിച്ചു കൊടുക്കാൻ ഞാനും നിങ്ങൾ കടമപ്പെട്ടവരാണ്. നമ്മുടെ
തെറ്റുകളോ പാളിച്ചകളോ വന്നിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പറ്റി ആരെങ്കിലും തെറ്റിദ്ധരിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളാണ് ഉത്തരവാദിത്വം. ആ തെറ്റിദ്ധാരണ മാറ്റി ശരിയായ നിലയിൽക്കൂടിയുള്ള ഇസ്ലാമിനെ പറ്റിയുള്ള ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കേണ്ടത്, ലോകത്തുണ്ടാക്കേണ്ടത് അത് നമ്മുടെ കടമയാണ്. പിന്നെ സഹോദരന്മാരെ, ഖുർആനിൽ അല്ലാഹു തആല 3 കൂട്ടരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഇപ്പൊ തൽക്കാലം തീർക്കുകയാണ്. ഒന്ന് മുഅ്മിനീങ്ങൾ, മറ്റൊരു അസൽ സത്യത്തെ ഏത് പരിതസ്ഥിതിയിലും സത്യത്തെ നിഷേധിക്കുന്ന സത്യനിഷേധികളായ അഹങ്കാരികൾ. പിന്നെ മൂന്നാമത് സന്ദർഭത്തിനൊപ്പിച്ച് ഏത് വേഷവും ഏത് കോലവും ഇടുന്നവർ, അവരെ മുനാഫിഖീങ്ങൾ എന്നാണ് പറയുന്നത്. അവരെ സന്ദർഭത്തിനൊപ്പിച്ച് സമയത്തിനൊപ്പിച്ച് അവരുടെ സ്വന്തം താല്പര്യങ്ങൾ രക്ഷിക്കാനും അവരുടെ സ്വന്തം ആഗ്രഹങ്ങൾ നേടാനും വേണ്ടി അപ്പോഴപ്പോൾ ഒത്തുനിൽക്കും. അവർക്ക് അടിസ്ഥാനമില്ല, ആദർശമില്ല, തത്വമില്ല. അവർ സത്യത്തിന്റെ അനുമതികളല്ല. അവർ സന്ദർഭവാദികളാണ്, അബനാവുൽ ബഖത്താണ്, അവര് ശരീരന്മാരാണ്, അവർ കാഫിറിനെക്കാളും കടുപ്പമാണ്. എന്നാൽ മുനാഫിഖീന ലഫി ദർക്കിൽ അസ്ഫലിൽ എന്നാണ്. പിന്നെ സത്യനിഷേധികളുണ്ട്. അവർക്ക് സത്യമാണെന്ന് ബോധ്യം വന്നാലും അവർ അംഗീകരിക്കില്ല. അവരുടെ അഹങ്കാരത്തിൽ ഞാൻ ആര് പറഞ്ഞിട്ട് കേൾക്കാനാണ്, എന്നെ അനുസരിപ്പിക്കാൻ ആരാണ്, ഞാനല്ലേ എല്ലാവരെയും അനുസരിപ്പിക്കേണ്ടവൻ എന്നിങ്ങനെയുള്ള ആ അഹങ്കാരത്തിന്റെ പേരിൽ സത്യത്തെ എതിർക്കുന്നവർ അബൂജഹൽ, രണ്ടുപേരും ഒരുപോലെ താഴെകളാണ്. നബിതങ്ങൾ പറഞ്ഞു, പഠിച്ചവനെ അബൂജഹലിനെയോ ഉമർ റളിയല്ലാഹുവിനെ മുസ്ലിമാക്കി എന്നെ സഹായിക്കണേ. ഉമർ റളിയല്ലാഹുവിനെ മുസ്ലിമായി. എങ്ങനെ മുസ്ലിമായി? അദ്ദേഹത്തിന്റെ ആ പിടിവാദത്തിലും പിടിവാശിയിലും അദ്ദേഹത്തിന്റെ ആ അടുത്ത ധീരതയിലും സഹോദരിയെ വർദ്ധിച്ചു. അതുപോലെ പലരും ചെയ്തു. അവസാനം മനസ്സ് അലിഞ്ഞു. ആ നിങ്ങൾ ഓതിക്കൊണ്ടിരുന്ന വായിച്ചുകൊണ്ടിരുന്ന ആ കടലാസ്, ആ ഗ്രന്ഥം പൊട്ടിലപ്പോൾ അപ്പോൾ പെങ്ങൾ പറഞ്ഞ, സഹോദരി നിങ്ങൾ കുഫർ കൊണ്ട് ശിർക്ക് കൊണ്ട് അശുദ്ധനാണ്, കുളിച്ചേറ്റ് വരാൻ പറഞ്ഞു. കുളിച്ചേറ്റ് വന്നു. ഖുർആൻ ശരീഫിന്റെ ആയത്തുകൾ എഴുതിയ കടലാസ് കയ്യിൽ കൊടുത്തു, വായിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് പോയി. ആഹാ, എത്ര വിശേഷമായ ഉയർന്ന വചനങ്ങൾ, എത്ര അർത്ഥവത്തായ വചനങ്ങൾ, എത്ര ഉയർന്ന ആശയങ്ങൾ, എത്ര ഉയർന്ന തത്വങ്ങൾ. എനിക്ക് നബിയെ കാണണം. സഹോദരന്മാരെ, ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി മുസ്ലിമായി. ഇതൊരു ഹൃദയമാണ്. അബൂജഹൽ കാണുന്നവന്റെ ഹൃദയത്തിന് ബോധ്യം വന്നു. അപ്പോഴും പറഞ്ഞു, എന്റെ മനസ്സ് ഇങ്ങനെ ചായാൻ പാടില്ലല്ലോ. ഈ ഉപദേശം കേട്ട്, ഈ പ്രസംഗം കേട്ട്, ഈ ആളെന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ എന്റെ ഹൃദയത്തിനൊരു മാറ്റം വരുന്നല്ലോ. ഇത് വലിയ സിഹറാണ്, ഇത് വലിയ മന്ത്രവാസമാണ്, ഇത് വലിയ ആഭിജാത്യമാണ് എന്ന് പറഞ്ഞ് പിന്തുണച്ചു. എന്താ അർത്ഥം? സത്യത്തെ അംഗീകരിക്കാൻ തയ്യാറില്ല. പറയുന്നവനെ നിസാരമായി കണ്ടുകൊണ്ട് സത്യമാണെന്ന് ബോധ്യം വന്നാൽ സത്യത്തെ തള്ളിപ്പറയും. അപ്പോൾ എപ്പോഴും ലോകത്ത് 3 ജാതി മനുഷ്യരുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ കടമ എന്താ? നല്ല മനസ്സ്, ക്ലിയറായ മനസ്സ്, നിഷ്പക്ഷമായ മനസ്സുള്ള മനുഷ്യർ ലോകത്ത് ധാരാളമുണ്ട്. അവരുടെ മുമ്പിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ, ഇത് നമ്മളുടെ എല്ലാവരുടെയും സൃഷ്ടികർത്താവായ അല്ലാഹുവിൽ നിന്നും അവന്റെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൂടി മനുഷ്യരായ നമ്മൾക്ക് നൽകപ്പെട്ട അല്ലാഹുവിന്റെ കാരുണ്യവും റഹ്മത്തുമായ ദീനാണ്. ഈ ദീൻ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്ക് എല്ലാവർക്കും ഇഹത്തിലും സുഖം, പരത്തിലും വിജയം. സഹോദരന്മാരെ, ഇത് പറഞ്ഞാൽ പോരാ, ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ ഞാനും നിങ്ങളും കടമപ്പെട്ടതാണ്. അതിൽ ആദ്യത്തെ കാര്യമാണ് അല്ലാഹുവിനെ പറ്റിയുള്ള വിശ്വാസം. ആ വിശ്വാസമാണ് സൂറത്തുൽ ഫാത്തിഹയിൽ മാലിക് യൗമുദ്ദീൻ വരെയുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമുദ്ദീൻ. സഹോദരന്മാരെ, അർത്ഥം വിശദീകരണത്തിനൊന്നും നേരില്ല. അടുത്ത തത്വം മനുഷ്യരെങ്ങനെ ജീവിക്കണം. അള്ളാഹുവിന്റെ ഈ മഹത്വങ്ങൾ, അവനാണ് സൃഷ്ടികർത്താവ്, അവനാണ് പരിപാലകൻ. അവൻ നന്മ ചെയ്തവർക്കും അല്ലാത്തവർക്കും ലോകത്ത് ഒരുപോലെ പെരുമാറും. ഒരു രാജ്യത്തുള്ള മനുഷ്യൻ അവൻ രാജ്യത്തോട് കുറ്റം ചെയ്താലും അവരെ അതിന്റെ പേരിൽ ജയിലിൽ അടച്ചാലും വിശപ്പിന് ആഹാരം കൊടുക്കണം, അവർക്ക് കുളിരത്ത് പുതയ്ക്കാൻ തുണി കൊടുക്കണം, വെയിലത്ത് അവർക്ക് കാറ്റുകൊള്ളാൻ വിശ്വയെങ്കിലും കൊടുക്കണം, ന്യായമാണെങ്കിൽ ഭാരെങ്കിലും കൊടുക്കണം, അവർ രോഗിയാൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കണം, അവർ കുളിക്കാൻ സോപ്പ് കൊടുക്കണം, അവർ കൊടുക്കാൻ തുണി കൊടുക്കണം, അവരുടെ ഭാര്യ മക്കളെ ഒരു മാസത്തിലോ 2 മാസത്തിലോ ഒരു കൊല്ലത്തിലോ ഒന്നെങ്കിലും കാണാനുള്ള അനുവാദം അവർക്ക് കൊടുക്കണം. അവരുടെ വാപ്പായോ ഉമ്മായോ അച്ഛനോ അപ്പനോ മരിച്ചുപോയി രോഗിയായാൽ അവരെ പരോളിൽ വിടണം. ഇതെല്ലാം സഹോദരന്മാരെ, രാജ്യദ്രോഹിയായ കുറ്റിക്കും കുറ്റക്കാരനും മനുഷ്യനെന്നുള്ള നിലയിൽ രാജ്യത്തെ ഒരു പ്രജ എന്നുള്ള നിലയിലുള്ള അവന്റെ മൗലിക അവകാശം എന്ന് പറഞ്ഞ പോലെ അള്ളാഹു സൃഷ്ടിച്ചവരാണ്.
സൃഷ്ടിച്ചവൻ അള്ളാഹു മൂർഖമാമനെ സൃഷ്ടിച്ചു. അള്ളാഹു തല കടലിൽ മീനിനെയും സൃഷ്ടിച്ചു. അള്ളാഹു ആടിനെയും പശുവിനെയും പോത്തിനെയും സൃഷ്ടിച്ചു. അള്ളാഹ് കരടിയെയും കടുവായെയും പുലിയെയും സൃഷ്ടിച്ചു. എല്ലാം കൊണ്ടുണ്ട് ഓരോ ഉപയോഗം. വെറുതെ ഒന്നിനെ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു തല ആടിനും ഭക്ഷണവും വെള്ളവും കൊടുത്ത് വളർത്തുന്നു. അള്ളാഹ് പുലിക്കും ഭക്ഷണവും വെള്ളവും കൊടുത്ത് വളർത്തുന്നു. എന്ന് പറഞ്ഞ പോലെ മനുഷ്യരിൽ ആടിനെ പോലെ ഉള്ളവരുണ്ട്, മനുഷ്യരിൽ കടുവായെ പോലെ ഉള്ളവരുണ്ട്, മനുഷ്യരിൽ മൂർഖം പാമ്പിനെ പോലെ ഉള്ളവരുണ്ട്. സഹോദരന്മാരെ, മനുഷ്യരിലും ഈ ജാതികളെല്ലാം ഉണ്ട്. എല്ലാ ജാതികളുണ്ട്. ഒട്ടകത്തിനെ പോലെ ഉള്ളതുണ്ട്, പശുവിനെ പോലെ ഉള്ളതുണ്ട്, ആടിനെ പോലെ ഉള്ളതുണ്ട്, മൂലിനെ പോലെ ഉള്ളതുണ്ട്, കടുവായെ പോലെ ഉള്ളതുണ്ട്, കരടിയെ പോലെ ഉള്ളതുണ്ട്, പേപ്പട്ടിയെ പോലെ ഉള്ളവരുണ്ട്. പേരയിൽ മനുഷ്യരെല്ലാം കൊല്ലുക, അവന്റെ വീടെല്ലാം കത്തിച്ചിട്ട് സഹോദരന്മാരെ, ഇങ്ങനത്തെ രണ്ടു കാലുള്ള പേപ്പട്ടികളുണ്ട്. ഇങ്ങനത്തെ അഭ്യസ്ത വിദ്യരായ ഗ്രാജുവേറ്റുകളായ കരടികളുണ്ട്, കടുവാകളുണ്ട്. സഹോദരന്മാരെ, സാധാരണക്കാരനുണ്ട്, തൊഴിലാളിയുമുണ്ട്, മുതലാളിയുമുണ്ട്, ഭരണകർത്താക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അതേ സമയത്ത് മനുഷ്യരായവരുണ്ട്, തൊഴിലാളികളുണ്ട്, മുതലാളികളുണ്ട്, ഭരണകർത്താക്കളിലുണ്ട്, അഭ്യസ്ത വിദ്യയിലുണ്ട്, എല്ലാവരും ഉണ്ട്. മനുഷ്യരുണ്ട്. സഹോദരന്മാർ, നല്ല മനുഷ്യർ. ഇത് പറയാൻ നേരമില്ല. ഞാൻ സഹോദരന്മാരെ പറയാൻ, എന്റെ അറിവിൽ പറ്റുന്നുള്ള കാര്യങ്ങൾ പറയാൻ സമയമുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞു. നേരമില്ല സഹോദരന്മാരെ. വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളത്തിൽ കൂടി താൽക്കാലിക മൃഗങ്ങളും മറ്റും ഒഴുകിപ്പോകുന്നത് കണ്ട് ശ്രീമൂലം തിരുവിതാംകൂർ മഹാരാജാവ് കണ്ണുനീർ ഒഴുക്കി കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അയ്യോ ദൈവമേ, എന്റെ കണ്ണിന്റെ മുമ്പിൽ ഈ ജീവജാലങ്ങൾ ചത്ത ഒഴുകി പോകുന്നല്ലോ, മനുഷ്യർ മരിച്ച ഒഴുകി പോകുന്നല്ലോ, അവർ വീടില്ലാതെ ആയല്ലോ. ദൈവമേ, എന്റെ കണ്ണിന്റെ മുമ്പിൽ ഈ നിന്റെ സൃഷ്ടികൾ ഈ നിലയിൽ ദുരിതം അനുഭവിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞുപോയി. സഹോദരന്മാരെ, വെടിവെക്കാൻ കൽപ്പനയിൽ തുല്യം ചേർക്കാൻ സർ സി പി രാമസ്വാമി അയ്യർ ശ്രീചിത്ര തിരുനാളിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീചിത്ര തിരുനാൾ, ദൈവമേ, എന്റെ പ്രജകളെ വെടിവെച്ച് കൊല്ലാനുള്ള കൽപ്പന ഞാൻ തന്നെ കൊടുക്കണമല്ലോ. ദൈവമേ, നാളെ നിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമല്ലോ. നിവർത്തിയില്ലല്ലോ. സഹോദരന്മാരെ, വയലാർ മുണ്ടപ്പുറയിൽ വെടിവെക്കാൻ വേണ്ടി ഉള്ള ആ കൽപ്പനയ്ക്ക് തുല്യം ചേർത്താൻ രാജാവ് കുറെ നേരം ചിന്തിച്ചു. സഹോദരന്മാരെ, ദൈവത്തെപ്പറ്റി, അള്ളാഹുവിനെ പറ്റി ഭയമുള്ളവർ, തന്റെ നടപടികളെ പറ്റി, പ്രവർത്തികളെ പറ്റി ചിന്തയുള്ളവർ. സഹോദരന്മാരെ, ഇത് ചരിത്രം പറഞ്ഞാൽ ധാരാളമുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ മനുഷ്യർ എല്ലാവരിലും ഉണ്ട്. എന്നാൽ മനുഷ്യബോധത്തിലുള്ള മൃഗങ്ങൾ, ദുഷ്ടമൃഗങ്ങൾ, വിഷജന്തുക്കൾ, പേപ്പട്ടികളെ പോലെ പേപിടിച്ചവർ എല്ലാം ആ ജാതി മനുഷ്യരിലെല്ലാം ഉണ്ട്. അള്ളാഹു അവന്റെ ഖുർആൻ ശരീഫ് മുഖേന, അവന്റെ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന എന്താ ചെയ്യുന്നത്? മനുഷ്യരാകാൻ യോഗ്യതയുള്ളവരെല്ലാം മനുഷ്യരാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ആ പരിശ്രമം അതിന്റെ ശരിയായ നിലയിൽ ആത്മാർത്ഥതയോടെ, നേതൃത്വം വേണ്ട, ഭരണം വേണ്ട, അധികാരം വേണ്ട, പണം വേണ്ട, പ്രശംസ വേണ്ട, പേര് വേണ്ട, പെരുമ വേണ്ട, ഈ ലോകത്ത് യാതൊന്നും വേണ്ട. അള്ളാഹുവിന്റെ തൃപ്തി വേണം, നാളെ പരലോകത്ത് വിജയം വേണം. രണ്ട് കാര്യം മാത്രം. ഈ രണ്ട് കാര്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയും തന്റെ സർവസ്വത്തെയും അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ നന്മയ്ക്കായി അർപ്പണം ചെയ്തുകൊണ്ട് ഈ ലോകത്ത് ഹക്കിനെ പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം ആളുകൾ പാടുപെട്ടാൽ ആ ഹക്കിന്റെ വഴിയിലുള്ള പരിശ്രമത്തെ തടുക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിയെ കൊണ്ട് സാധ്യമല്ല, ഒരു ഭരണകൂടത്തെ കൊണ്ട് സാധ്യമല്ല, ഒരു ന്യൂനപക്ഷത്തിനെ കൊണ്ട് സാധ്യമല്ല, ഒരു ഭൂരിപക്ഷത്തിനെ കൊണ്ട് സാധ്യമല്ല. പക്ഷേ വെറും അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം ലക്ഷ്യമാക്കി, ധാരാളങ്ങളുടെ ജീവിതത്തിലെ വിജയത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്റെ അർപ്പണം ചെയ്യണം, തന്റെ ധനം അർപ്പണം ചെയ്യണം, തന്റെ അന്തസ്സ അർപ്പണം ചെയ്യണം, തന്റെ അഭിമാനം അർപ്പണം ചെയ്യണം, നിരന്തരമായി പാടുപെട്ട് പരിശ്രമിക്കണം. അങ്ങനത്തെ ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ അമൽ പൈസം മഹബത്ത് ഫാത്തിഹെ ആലം ജിഹാദെ ജിന്ദഗാനി മേ യഹി മർദൂംഗി ശംസെ സബക് ഫിർ പർ അമാനത്ത് കാ സദാഖത്ത് കാ എന്ന് തുടങ്ങുന്ന പദ്യത്തിൽ അവസാനം ഇഖ്ബാൽ പറഞ്ഞു, നിന്നോട് ലിയാ ജായേഗാ തുജിസെ ഫിർ ദുനിയാ കാ ഇമാമത്ത് കാ. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അഥവാ ഹക്കിന്റെ വഴിയിൽ അള്ളാഹുവിന്റെ തൃപ്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പാടുപെട്ടാൽ നമ്മളെല്ലാം വിജയിപ്പിക്കും. പിന്നെ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിജയം നൽകുന്നതിന് മുമ്പ് അവന്റെ ഉദ്ദേശ ശുദ്ധിയെപ്പറ്റി, അവന്റെ ആശയ ദാർഢ്യത്തെ പറ്റി, അള്ളാഹുവിനുള്ള ഭക്തിയെപ്പറ്റി എല്ലാം എത്രത്തോളം അവർക്ക് ഈമാനിൽ ഉറപ്പുണ്ട്, എത്രത്തോളം ഇഖ്ലാസ് ഉണ്ട്, എത്രത്തോളം ത്യാഗമുണ്ട്, അള്ളാഹുവിനെ പരിശോധിച്ച് നോക്കും. അതെല്ലാം അവൻ വിജയിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا جاء الحق وزهق الباطل إن الباطل كان زهوقا. അതുകൊണ്ട് സഹോദരന്മാരെ, ഹക്ക് അതിന്റെ യഥാർത്ഥമായ രൂപത്തിൽ ഈ ലോകത്ത് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഹക്കിന്റെ അധികാരം ചെയ്താൽ ഹക്ക് വന്നു,
സഹഖൽ ബാത്തിൽ, ബാത്തിൽ നശിച്ചു. ഇന്നൽ ബാത്തില കാന സഹൂഖ, ബാത്തിലെല്ലാം നശിക്കാനുള്ളതാണ്. എലികളെ കൊണ്ട് വലിയ ബഹളം വീട്ടിൽ പൂച്ച വന്നാൽ മതി. പൂച്ചയില്ലാത്തത്തോളം കാലം എലികൾ ബഹളം ഉണ്ടാക്കും. ലോകം മുഴുവൻ ഇരളാണ്. സൂര്യൻ ഒഴിച്ചുയർന്നാൽ ഇരുളിന് ഈ ലോകത്തെവിടെയും അഭയമില്ല. ഇതേ രൂപത്തിൽ സഹോദരന്മാരെ, ഹക്കാവുന്ന സൂര്യൻ, സത്യമാകുന്ന സൂര്യൻ ഒഴിച്ചുയർന്നാൽ പാത്രങ്ങളെല്ലാം തകർന്നു പോകും സഹോദരന്മാരെ. അതിനു വേണ്ടി വിളക്കിലെ ദീപം കത്താൻ വേണ്ടി എണ്ണ എപ്രകാരം തന്നെ നശിപ്പിക്കുന്നു, തിരി എപ്രകാരം തന്നെ നശിപ്പിക്കുന്നു. ഈ രൂപത്തിൽ നമ്മൾ ഈ ലോകത്തെ ഹക്ക് നിലനിൽക്കാനും വളരാനും എണ്ണയും തിരിയുമായി മാറണം. അവരാണ് ഭാഗ്യവാന്മാർ. എണ്ണയും തീർന്നു പോകും, തിരിയും തീർന്നു പോകും, പ്രകാശം ഉണ്ടാകും. അങ്ങനെ ഈ ലോകത്ത് ഈമാന്റെ പ്രകാശം, ഇസ്ലാമിന്റെ പരിശുദ്ധമായ ജീവിതം, അള്ളാഹുവിന്റെ അനുഗ്രഹം ലോകത്തിൽ കിട്ടത്തക്ക നിലയിൽ തിളങ്ങി ജ്വലിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിന് എണ്ണയും തിരിയുമാറാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ഏതെങ്കിലും എണ്ണ പറയുമോ ഞാൻ ഒരൗൺസേ ഉള്ളൂ ഇപ്പൊ കത്തുള്ളൂ? ഏതെങ്കിലും തിരി പറയുമോ ഞാൻ 2 ഇഞ്ചേ ഇപ്പൊ കത്തുള്ളൂ എന്ന്? സഹോദരന്മാരെ, ഒരു തിരിയും അത് പറയില്ല, ഒരു എണ്ണയും അത് പറയില്ല. അതുകൊണ്ട് പരിശുദ്ധമായ ദീനിന് വേണ്ടി എണ്ണയായി മാറി, തിരിയായി മാറി ആഖിറത്തിൽ അമ്പിയാക്കളുടെ അടുത്ത പദവികൾ നേടിയെടുക്കും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിന് ഭാഗ്യം തരുമാറാകട്ടെ. ബാക്കി ജീവിതം അള്ളാഹുവിന്റെ വഴി. ഇന്ന് മരിച്ചുപോയി എന്നങ്ങോട്ട് വിചാരിക്കും, ഒന്നും പോവുകയില്ല സഹോദരന്മാരെ. അള്ളാഹുവാണ് നമ്മുടെ പരിപാലകൻ, നമ്മുടെ മക്കളുടെ പരിപാലകൻ. ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മൗതത്തിൽ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ 9 മക്കളെയും ഭാര്യയും അല്ലാഹു പരിപാലിച്ചു, ഉയർന്ന നിലയിൽ എത്തിച്ചു. എത്രയോ വണ്ടി പറഞ്ഞ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നു, ട്രെയിൻ കൂട്ടിമുട്ടി മരിക്കുന്നു, കലഹങ്ങളിൽ കൂടി മരിക്കുന്നു, കാട്ടുമൃഗങ്ങളെ പോലെ, വിഷജന്തുക്കളെ പോലെ മനുഷ്യൻ കൂട്ടാടുമ്പോൾ എത്രയോ ജീവനില്ലാതെയായി പോകുന്നു. എന്താ അവരുടെ പിൻഗാമികളെല്ലാം നശിച്ചുപോയോ? അള്ളാഹ് അവരെ വളർത്തും. അള്ളാഹുവിന് വേണ്ടി, അവന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ ഐഹികവും പാരമ്പര്യവുമായ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ നാം അർപ്പണം ചെയ്താൽ അള്ളാഹു നമ്മളെ പരിപാലിക്കും. നമ്മളുടെ കരുമിഴി, കണ്ണിന്റെ കരുമിഴിയെ നാം കാക്കുന്നവരെ നമ്മുടെ മക്കളെ അള്ളാഹ് കാക്കും, നമ്മുടെ തലമുറകളെ അള്ളാഹ് കാക്കും, വിശേഷമായ നിലയിൽ കാക്കും, ഉയർന്ന നിലയിൽ കാക്കും. മരുഭൂമിയിൽ ഇസ്മായിൽ നബിയെ വളർത്തിയതുപോലെ വളർത്തും, മരുഭൂമിയിൽ ഹാജറ ബീവിയെ വളർത്തിയതുപോലെ അള്ളാഹ് വളർത്തും. സഹോദരന്മാരെ, ആ അള്ളാഹു അന്നത്തെ പോലെ ഇന്നുകൊണ്ട്, അവൻ അതുപോലെയുള്ള കുതിരത്ത് ഇന്നുകൊണ്ട്, അവൻ അന്നത്തെ പോലെ ഇന്നും കണ്ണു ചെയ്തവരാണ്. അള്ളാഹുവിന്റെ ആ കാരുണ്യത്തിൽ, അവന്റെ ശക്തി വൈഭവത്തിൽ, അവന്റെ അനുഗ്രഹത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിതമേ അള്ളാഹുവിന്റെ മാർഗത്തിൽ അർപ്പണം ചെയ്യാൻ നിയത്ത് ചെയ്യുന്നവർ ആദ്യത്തെ മജ്‌ലിസിൽ എണീറ്റ് ഞങ്ങളുടെ പേരുകൾ പറയും. അള്ളാഹു തആല ആദ്യത്തെ മജ്‌ലിസിൽ വന്നതുപോലെ നാളെ ആഖിറത്തിലും ആദ്യത്തെ സഫിൽ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. സമാനത്തിൽ ആദ്യ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ ബാക്കി ജീവിതം പൂർണ്ണമായി ദീനിന്റെ വഴിയിൽ മാത്രം ചെലവാകാൻ അള്ളാഹു കൃപ ചെയ്യുമാറാകട്ടെ. സമാനത്തിൽ ആദ്യ ജീവിതം മുഴുവൻ ഈ അങ്ങനെ ഇരിക്കും സഹോദരന്മാർ. മടങ്ങി വന്നാൽ നല്ലത് ഇല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.